നമ്മൾ ഭദ്രദീപം തെളിയിച്ച് കേരളത്തിന്റെ ഇരുട്ട് കളയുകയാണ്. ശ്രീ രാജഗോപാൽജി വിളക്ക് തെളിയിച്ചുകൊണ്ട്, ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇരുട്ട് അകറ്റാൻ വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അടുത്തത് വന്ദേ മാതരം. എല്ലാവരും കൂടി വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാം പുളകിതയാമിനീ കുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖരാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. മാതാ കീ ജയ്. അടുത്തതായി സ്വാഗത ഭാഷണമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുധീറിനെ സ്വാഗത ഭാഷണത്തിന് ക്ഷണിക്കുന്നു. ഇന്നിവിടെ ചരിത്രപരമായ ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന ശ്രീ ഒ രാജഗോപാൽ MLA, ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അവർകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ ഭൂപേന്ദ്ര യാദവ്ജി, മറ്റ് പ്രിയ നേതാക്കളെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ഇന്ന് നമുക്കറിയാം, ഇത്തരത്തിലൊരു സമര പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി എല്ലാ മലയാളികൾക്കും വളരെ വ്യക്തമാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം അത് നടക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തന്മാരും അതുപോലെ തന്നെ അനുചരന്മാരും ഒക്കെ തന്നെ ഇന്ന് ഗുരുതരമായ അന്വേഷണം നേരിടുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് ഈ കൊള്ളക്കടത്ത് കേസിൽ പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങളാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന ഘടകം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമര പരിപാടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാർട്ടിയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ ഒ രാജഗോപാൽ MLA അദ്ദേഹം ഇവിടെ ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അവർകളാണ്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടക്കം മുതൽ
കൃത്യമായ നിലപാടുകളിലൂടെ, ശക്തമായ ഇടപെടലുകളിലൂടെ ഈ കള്ളക്കടത്ത് കേസിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയായി മാറിയ നേതാവാണ് ശ്രീ കെ സുരേന്ദ്രൻ. അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ജനകീയ പ്രതിപക്ഷ നേതാവായി ഈ സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടും കൂടി ഈ സമരവേദിയുടെ അധ്യക്ഷനായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പ്രമുഖനായ ദേശീയ നേതാവ്, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ഭൂപേന്ദ്ര യാദവ് ജിയാണ്. അദ്ദേഹം പ്രമുഖനായ പാർലമെന്റേറിയനാണ്, രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടും കൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ പേരിൽ ഈ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. भूपेंद्र यादव जी, आपको केरल के लाखों कार्यकर्ताओं की ओर से, कार्यकर्ताओं के नाम पर इस कार्यक्रम में पूर्ण बहुमत से स्वागत करता हूं. അതുപോലെ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഇന്ന് ഇവിടെ ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത് കേരളത്തിലെ ജനകീയ MLA ശ്രീ ഒ രാജഗോപാൽ അവർകളാണ്. നമുക്കറിയാം, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഇടത് വലത് മുന്നണികളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനങ്ങളുടെ MLA അതാണ് ശ്രീ ഒ രാജഗോപാൽ. അദ്ദേഹം കേരളത്തിന്റെ ഗുരുതുല്യനാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രായം പോലും വകവെക്കാതെ ഈ അഴിമതിക്കെതിരെ, ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്, ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. എല്ലാവിധ ആദരവോടും കൂടി കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പേരിൽ രാജേട്ടനെ ഈ ഉപവാസ സമരത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ളത് ഈ സമരവേദിയെ പ്രൗഢമാക്കുന്നത് പാർട്ടിയുടെ ബഹുമാന്യരായ സംസ്ഥാന ഭാരവാഹികൾ, പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീ VT രമ ടീച്ചർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, ശ്രീ കരമന ജയൻ, അഡ്വക്കേറ്റ് സുരേഷ്, അതുപോലെ തന്നെ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ട്രഷറർ ശ്രീ JR പത്മകുമാർ, തിരുവനന്തപുരം BJP ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് VV രാജേഷ്, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ്, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും KPMSന്റെ സമുന്നത നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ ഡോക്ടർ PP വാവ, ഇതിങ്ങനെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ബഹുമാന്യ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വെർച്വൽ മാധ്യമത്തിലൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെയുള്ള എല്ലാ കാര്യകർത്താക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും ഈ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും, ജനാധിപത്യ വിശ്വാസികളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക്, ഈ സമര വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അടുത്തത് അധ്യക്ഷ ഭാഷണമാണ്. പ്രിയങ്കരനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും യുവ നേതാവും കൂടിയായ ശ്രീ കെ സുരേന്ദ്രനെ അധ്യക്ഷ ഭാഷണത്തിന് ആദരവോടെ ക്ഷണിക്കുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് ശ്രീ ഒ രാജഗോപാൽ MLA അവറുകൾ ഇന്ന് നടത്തുന്ന ഈ ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സർവാദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി, ജനപ്രിയ നേതാവ്, രാജ്യസഭാംഗം, കേരളത്തോട് എപ്പോഴും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ ഭൂപേന്ദ്ര യാദവ് ജി അവറുകൾ, ഇവിടെ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന സർവാധനയനായ ശ്രീ രാജഗോപാൽ ജി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീർ, സംസ്ഥാന ട്രഷറർ JR പത്മകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ C ശിവൻകുട്ടി, കരമന ജയൻ, ശ്രീ S സുരേഷ്, പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ VV രാജേഷ്, ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ്, സർവാദരണീയ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ VT രമ അവറുകൾ,
പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്, നാഷണൽ കൗൺസിൽ മെമ്പർ ഡോക്ടർ PP വാവ സാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, മാധ്യമ പ്രവർത്തകരെ, സഹപ്രവർത്തകന്മാരെ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ ഗതിവിഗതികൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുക. ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യദ്രോഹപരമായിട്ടുള്ള, തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഭീകരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കാളിയാവുന്നു എന്നുള്ള ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവം, ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ അട്ടിമറിക്കാൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കർ IAS-ഉം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതിയും ചേർന്നാണ്, സ്വപ്ന സുരേഷും ചേർന്നാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതും ലോക്കറിൽ അവരുടെ തൊണ്ടി മുതൽ സൂക്ഷിച്ചതും. ഇതിൽ കൂടുതൽ സംസ്ഥാനത്തെ ഗവൺമെന്റിന് എന്താണ് ഇനി ജനങ്ങളോട് പറയാനുള്ളത്? എന്താണ് അവരുടെ ന്യായം? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതായത് ശ്രീ പിണറായി വിജയന്റെ വലങ്കൈയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ഗവർണറുടെ അനുമതി തേടാൻ രാജ്ഭവനിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഏക ഉദ്യോഗസ്ഥൻ, രാജിവെക്കുന്ന ദിവസം വരെ പിണറായി വിജയന്റെ എല്ലാം ഇപ്പോഴും ശ്രീ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശ്രീ ശിവശങ്കർ IAS-ഉം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതിയും ചേർന്നാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതും ബാങ്ക് ലോക്കറിൽ അവരുടെ തൊണ്ടി മുതൽ സൂക്ഷിച്ചതും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് NIA-യും അതുപോലെ കസ്റ്റംസും എല്ലാം ശ്രീ ശിവശങ്കറേയും അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ആശ്രിതന്മാരെയും എല്ലാം ചോദ്യം ചെയ്യുകയും കുറേയധികം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ അട്ടിമറിക്കാൻ ഇപ്പോൾ പുതിയ വാദങ്ങളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വക്താക്കൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. എറണാകുളത്ത് ശ്രീ ശിവശങ്കർ IAS-നും സ്വപ്ന സുരേഷിനും സരിത്തിനും അതുപോലെ സന്ദീപ് നായർക്കും എല്ലാം ഒരേ സമയം നിയമസഹായം ചെയ്യുന്നത് ഒരേ അഭിഭാഷകനാണ്. സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഭിഭാഷകനും. സരിത്തിന്റെ അഭിഭാഷകൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഭിഭാഷകനും. സന്ദീപ് നായരുടെ അഭിഭാഷകൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഭിഭാഷകനും. സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയിട്ടുള്ള ബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ കേസിൽ UAPA നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ടുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കേസിൽ നിന്ന് UAPA-ക്കെതിരായിട്ട് വലിയൊരു നീക്കം നടത്താൻ ആരാണ് സ്വപ്ന സുരേഷിനെ സഹായിക്കുന്നത്? ആരാണ് ശ്രീ ശിവശങ്കരനെ സഹായിക്കുന്നത്? CPM നേതൃത്വത്തിലുള്ള അഭിഭാഷകരുടെ സംഘമാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ എല്ലാവിധ നിയമസഹായവും ചെയ്യുന്നത്. TP ചന്ദ്രശേഖരന്റെ കൊലക്കേസ് നടന്ന സന്ദർഭത്തിൽ ശ്രീ MK ദാമോദരന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു അഭിഭാഷക സംഘം ആ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. സമാനമായ സംഭവമാണ് ഈ കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM നേതാക്കളായിട്ടുള്ള അഭിഭാഷകരുടെ ഒരു വലിയ സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല, എവിടെ വരെ വേണമെങ്കിലും അന്വേഷണം നടത്തിക്കൊള്ളട്ടെ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി. എന്നാൽ ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള എറണാകുളത്തെ ഒരു നേതാവ് പ്രധാനപ്പെട്ട 5 CPM അഭിഭാഷകരെ എല്ലാ ദിവസവും വിളിച്ചിരുത്തി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ കേസിനെ നിയമവഴിയിൽ നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് CPM ആണ് എറണാകുളത്ത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എറണാകുളത്ത് അഭിഭാഷകരുടെ വലിയ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനും മറ്റ് CPM-ലെ അഭിഭാഷകന്മാരും ചേർന്ന് വ്യക്തമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയാണ് ഈ കേസിൽ നിയമപരമായിട്ടുള്ള നടപടിക്ക് പോകുന്നത്. ഈ കേസിൽ CPM ആണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്കെല്ലാം ഒരേ സമയം നിയമസഹായം ചെയ്യുന്നത്. അത് ശിവശങ്കറിന്റെ അഭിഭാഷകന്റെ കാര്യത്തിലായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മറ്റ് പ്രതികളുടെ അഭിഭാഷകരുടെ കാര്യത്തിലായാലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ആണ് ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നത്. CPM ആണ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ആളുകളുമാണ് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ആദ്യം മുതലേ ശ്രമിച്ചത്. KSIയുടെ CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രീ EP ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണ്. സെക്രട്ടേറിയറ്റിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ കസ്റ്റംസും NIA-യും ആദ്യം ചോദിച്ചപ്പോൾ അത് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ ആസൂത്രിതമായി ഒരു മാസക്കാലത്തെ CCTV ദൃശ്യങ്ങൾ തേച്ചു മാച്ചു കളയാനുള്ള കള്ളക്കഥകൾ സൃഷ്ടിച്ചു. അവിടെ ഇടിമിന്നലുണ്ടായി, അതുകൊണ്ട് ഒരു മാസത്തെ ദൃശ്യങ്ങളില്ല എന്നുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. CCTV ദൃശ്യങ്ങൾ പരമാവധി വൈകാനുള്ള ശ്രമം നടത്തി. പലതരത്തിലും ഈ സർക്കാരിന്റെ ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, CPM നേതൃത്വം എല്ലാം പരിശ്രമിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിനെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള പോലീസ് സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് അവര് വ്യാജരേഖ കേസും മറ്റ് കേസുകളൊന്നും തെളിയിക്കാനല്ല, എന്താണോ പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള അധ്യയനം നടത്തി കൊടുക്കുക, എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിക്കാനാണ് അവർ കസ്റ്റഡിയിൽ വാങ്ങാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്വപ്ന സുരേഷിനെ പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കേരള പോലീസിന്റെ നീക്കം അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് ഇവിടെ ബോധിപ്പിക്കാനുള്ളത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് കേരള പോലീസും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത്, CPM ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിയമോപദേശം ഈ CPM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണോ സംഭവം? ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളമാകെ ഈ ജനരോഷം ഈ കേസിനെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി, സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുമ്പോഴാണ് ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇവിടെ ഇപ്പൊ കോൺഗ്രസ്, CPM, RSS ബന്ധം എന്നൊക്കെ പറഞ്ഞ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം എല്ലാവർക്കും അറിയാം. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഈ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയെ ജാമ്യത്തിലെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനോട് എനിക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അങ്ങ് എന്ത് ന്യായീകരണമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുള്ളത്? ഏതാനും ഒരു വർഷം മുമ്പാണല്ലോ അങ്ങയുമായി ബന്ധപ്പെട്ട 2 കേസുകൾ അങ്ങ് ഒതുക്കി തീർത്തത്. അങ്ങയുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു 13 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട്, വിദേശ രാജ്യങ്ങളിൽ ഒരു അറബി ബിസിനസ്സുകാരനുമായി ചേർന്നുള്ള ഒരു സാമ്പത്തിക ഇടപാട്, ആ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ കേരളമാകെ വലിയ കോലാഹലം ഉയർന്നതായിരുന്നില്ലേ? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങ് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്? ഏത് തരത്തിലുള്ള സെറ്റിൽമെന്റ് ആണ് അന്ന് നടന്നത്? ആരാണ് അറബിക്ക് ഇത്രയും പണം സഹായമായി നൽകിയത്? എവിടുന്നാണ് ഇത്രയും പണം ആ അറബിയുടെ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് ലഭിച്ചത്? അങ്ങ് പൊതുസമൂഹത്തിനോട് മുമ്പ് പറയേണ്ടതല്ലേ? ഏതാനും മാസം മുമ്പാണ് അങ്ങയുടെ മറ്റൊരു മകനുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് വന്നത്. എങ്ങനെയാണ് സാർ മഹാരാഷ്ട്രയിലുള്ള ആ കേസ് താങ്കൾ ഒതുക്കി തീർത്തത്? അവരാവശ്യപ്പെട്ടിരുന്നത് 5 കോടി രൂപയാണ് എന്ന് അവർ പരസ്യമായി പറയുന്നത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും കണ്ടതല്ലേ? സാർ, എങ്ങനെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ DNA കേസ് ഒതുക്കിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചോ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചോ CPM-ലെ ഏത് നേതാവിനാണ് ഇവിടെ സംസാരിക്കാൻ അർഹതയുള്ളത്? ധാർമ്മികമായിട്ട് അവർക്ക് അവകാശമുള്ളത്? ഈ കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, കൊള്ളകൾ, അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം CPM-ന്റെ നേതാക്കന്മാരും പാർട്ടി ഓഫീസുകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമല്ലേ? ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ CPM എടുക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുക്കുന്നത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വഴിതിരിച്ചു വിടാനല്ലേ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ശ്രമിക്കുന്നത്? ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാനാണ് BJP-യും കോൺഗ്രസും തമ്മിൽ ബന്ധം. ഞങ്ങൾക്ക് പുതിയ സർസംഘചാലകന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരു സർസംഘചാലകന്റെയോ ഒരു സംഘചാലകന്റെയോ ആവശ്യമില്ല. രമേശ് ചെന്നിത്തലയുടെയോ രാമേന്ദ്രൻ പിള്ളയുടെയോ ഒന്നും ഇക്കാര്യത്തിലുള്ള അവരുടെ പൂർവ്വചരിത്രം ഞങ്ങളെ സംബന്ധിച്ച് ബാധകമല്ല. ഞങ്ങള് ശരിയായ നിലപാടെടുത്തുകൊണ്ട് ഇവിടെ ഭരണത്തിനെതിരായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ രമേശ് ചെന്നിത്തലയെ രക്ഷിക്കുന്നത് CPM പാർട്ടിയല്ലേ? രമേശ് ചെന്നിത്തലയുടെ പേരിൽ വിജിലൻസ് കേസുകളില്ലേ? രമേശ് ചെന്നിത്തലയുടെ പേരിലുള്ള കേസുകളെല്ലാം അട്ടിമറിച്ചത് ഈ CPM നേതാക്കന്മാരല്ലേ? രമേശ് ചെന്നിത്തലയെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളത് CPIM ആണ്. കുഞ്ഞാലിക്കുട്ടിയെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളത് CPIM ആണ്. ഇവിടെ മാറാട് കേസിൽ ഒത്തുതീർപ്പാക്കിയത് CPM-ഉം UDF-ഉം തമ്മിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കം വിലപ്പോവില്ല. ഈ കള്ളക്കടത്തിനെതിരായിട്ട്, അതായത് രാഷ്ട്രീയ ബന്ധത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ O രാജഗോപാൽജി തന്നെ ഇന്ന് ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വരുന്ന 18 ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സീനിയർ നേതാക്കളും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉപവാസ സമരവുമായിട്ട് പോവുകയാണ്. ശക്തമായിട്ടുള്ള സമരങ്ങളുമായി, പ്രക്ഷോഭങ്ങളുമായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഈ അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഈ കോവിഡ് കാലത്ത് അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർവഹിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അവിശുദ്ധമായിട്ടുള്ള ഈ മാഫിയ ഭരണത്തിനെതിരായി ജനവികാരം ഉയർന്നുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഈ സഭ ഉദ്ഘാടനം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ഭൂപേന്ദ്ര യാദവ് ജിയെ ക്ഷണിക്കുകയാണ്. भूपेंद्र जी नमस्ते. नमस्कार. हम प्रार्थना करते हैं कि आप अपना भाषण शुरू कीजिए. धन्यवाद जी. भारतीय जनता पार्टी केरला स्टेट प्रेसिडेंट श्री K. सुरेंद्रन जी, the senior leader of Bharatiya Janata Party and who is going to today to sit on the hunger strike, respected O. Rajgopal ji, Party General Secretary Shri P. Sudhir ji, Bharatiya Janata Party State Vice President V.T. Reema ji, State Secretary Shri Shivan Kutti ji, Karmana Jayan ji, S. Suresh ji, State Treasurer Shri Padma Kumar ji, BJP District Trivandrum District President Shri V.V. Rajesh ji. Today we are meeting through the webinar. As we know, these are probably the toughest time for mankind, not just nationally for us here in India, but globally for everyone, everywhere in the world. Yes, it is the toughest time. That corona pandemic is there, but at this occasion, for this program, I would like to begin by congratulating the Kerala BJP unit diligent workers who have decided to not let the fight against corruption stop even as they continue to reach out by this webinar to all common person of Kerala who need help in these testing time of a global pandemic. As we know, the Left Democratic Front government in the state is one of the most corrupt governments ever. The forces of corruption you are fighting in the state have institutionalized corruption over decades, and hence our fight is not an easy one, I know. The current head of the government, Shri Penari Vijayan,
who also the chief architect of the 374 crore SNC Lavian scam. Right under the nose of the same man, gold smuggling has become so common that 550 kilograms of gold was seized in the state last year. In reality, what Vijayan is doing is executing what communism is in letter and spirit. Why I say that this is really the executing what communism is in letter and spirit? Because these communist people talk of the poor, but do nothing for them except for ensuring that poor remain poor. That is the policy of these communist persons, because they know if the poor are empowered, the edifice of communism crumbles. Not that there is much left of their edifice anyway. Kerala is the only state where left government is alive, and hence their desperation to loot the people of Kerala is much greater now. You have seen how communism deprived people of jobs and growth opportunities in the West Bengal and Tripura also. They left from there. But what is greater crime committed by the left government is the culture of political violence. It has unleashed in the state where it got the opportunity to form governments. As we know what their source of inspiration, Lenin said, you can't make a revolution wearing white gloves. The communists who used the peasant class to rise to power painted their gloves in the red with the blood of the same peasant by exploiting them and forcing them to remain poor forever. Their bloodshed continued, so they began brutally targeting the political and social workers in the Sangha Parivar in Kerala. I know once upon a time, the former US President Ronald Reagan once said, how do you tell a communist? Well, it is someone who read Marx and Lenin. But the second thing, how do you tell anti-communist? It is someone who understands Marx and Lenin. Marx, Lenin and their ideological partner here in India are the real exploiters of the poor and murderers of the constitution of this India. In Kerala, I understand you are literally risking your lives by choosing to stand up against the bloodbath of communist government. Many of our party colleagues have died in the effort to rid Kerala to left rule, which is nothing but an organized loot of people and killing of opposition leaders. I want you to remember that the sacrifice you make in Kerala are being watched by the country, and we will hold the Vijayan government to account for it. The decision to hold this Sangar strike is keeping with Gandhian principle of Satyagraha to demand the oppressors abide by democratic principle that run this country. But left in Kerala has no belief in democracy, as we know. When the country was busy fighting Corona, the Kerala government was silently running a gold smuggling racket. Kerala government dirty secret got caught when the custom official at the Thiruvananthapuram International Airport seized baggage containing gold over 30 kg worth about the 15 crore rupees. Surprisingly, this gold was addressed to the UAE consulate and was hidden in the bathroom equipment and electronic devices. The government allowed this smuggling using diplomatic channels. It is time to answer who made how much money. And this answer must come from the Kerala government. The buck stops right at the door of Penary Vijayan. Mr. Vijayan tried to hoodwink the country and innocent people of Kerala by using his PR machinery embedded in the media to push the narrative that there was no model like Kerala model.
I want to use this opportunity to expose this model where the Chief Minister office offered protection to the gold smugglers and in which the smugglers were traced to the Chief Minister's own office. Why I am saying this? The main accused in the case, Swapna Suresh, was hired by a private firm to work on a project for Kerala IT department, which is under the Chief Minister Pinarayi Vijayan. Mr. Pinarayi Vijayan, Principal Secretary M. Shiv Shankar, used to head this department. Swapna Suresh is the former UAE consulate staff. Swapna, a mere matriculate, was later appointed as the liaison officer in Space Park. And Space Park is the state government undertaking under the IT department. IT ministry is handled by Pinarayi Vijayan himself. Another accused assisted in the case is K.T. Jalil. Jalil was a minister in Pinarayi Vijayan government, and it is he who Swapna Suresh is believed to have contacted for smuggling multiple times. On 6 July itself, BJP Kerala unit Chief Mr. K. Surendran revealed that somebody in the CM office contacted custom officials seeking release of the baggage. In his reply, very unfortunately, Mr. Vijayan used to threatening tone, saying the BJP state president can't say anything about my office. He must answer today, Mr. Vijayan, since when he was a CM office reached beyond scrutiny. But Mr. Vijayan knew that this time he has been caught. As a cover-up, he got Shiv Shankar removed and the IT secretary to the Kerala government. He still did not how Swapna Suresh was enjoying government patronage despite a crime branch investigation pending against her. This is the real question. The worst fears come true that 10th July, when the National Investigation Agency filed an FIR in gold smuggling case and revealed that the money from smuggling was used for anti-national activities and the terrorist organization are behind the smuggling. This is the real question which threat the national sovereignty also. The 4 people caught in the case were shown to have a links with the Chief Minister's office. This is an unfortunate scene in the Kerala's political system. Shiv Shankar, during his student days, we know, was an active member of the student wing of CPIM. So it is very clear that this scam is not about the individual, but rather a systematic party loot of the citizen of India in general and people of the Kerala in particular. I don't remember another instance where the Chief Minister of the state was hiding smugglers in his office, whether the money made through smuggling was being to fund terror activity with the active involvement of an elected government. It is shameful that there is enough media outcry on the matter. It is saddening that Vijayan is being allowed to go scot-free because left sympathizers do not consider it their duty to demand that Vijayan be held accountable. But the BJP won't let Kerala slip into anarchy. I know. We will fight for the people of Kerala, and we demand that Vijayan step down from the Chief Minister post with immediate effect because he has proven to be undeserving of the Chief Minister post. The people of Kerala have suffered enough at the hand of the left government. It is time change in the Kerala. The BJP is ready to see to it people in the state get to trustworthy, honest and competent government. I salute the spirit with which you are taking the BJP's message to the people. At this occasion, in my inaugurating speech, I wish you all the success in your endeavor, and I hope that day will come that we will form the government in Kerala and we will give a good governance and best administration in the Kerala. Let us fight against the corruption. We all with you, all Kerala people with you.
And I also this time admire to O. Rajgopalanji that he is our senior leader. Under his able leadership, we will fight and we are able to expose the corruption of Kerala government. Jai Hind, Vande Mataram. Thank you, Bhupendra, for the profound presentation and the words of insight. हम आपके भाषण के लिए आभारी हैं. അടുത്തതായിട്ട് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹത്തിന്റെ ഭാഷണം നടത്തുന്നതാണ്. ശ്രീ രാജേട്ടനെ ഇതങ്ങോട്ട് മാറ്റി ഇതാണോ? ഹലോ ഹലോ ഒരു തിരി ശരി അത്രയുള്ള തിരിക്കാത്തുണ്ട്. ശരി അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകര്, അതിന്റെ സംസ്ഥാന ജില്ലാ അതേമാതിരി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ടുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉപവാസം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രസംഗിക്കാനാണ് പറയണത്. അധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. സുരേന്ദ്രൻ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്കുള്ളൊരു പരിപാടിയല്ല. എൻ്റെ ഉപവാസം ഇന്നേക്ക് മാത്രമാണ്. പക്ഷെ ഈ സമര പരിപാടി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ. പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും, സംസ്ഥാന നിലവാരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, മുൻ പ്രസിഡന്റുമാരെല്ലാം ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവര് നയിക്കുന്ന പരിപാടിയാണ് 18 ദിവസത്തേക്കുള്ള ഈ സമര പരിപാടി. അതിനെന്താണ് ഉദ്ദേശം എന്നുള്ളതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരള ഗവൺമെന്റ് എങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങി അക്രമത്തിൻ്റെ മാർഗത്തിൽ കൂടി അവരുടെ ഭരണം ഉറപ്പിക്കാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവർ പലരും ചെയ്യുന്നുണ്ട്, പല പരിപാടികളും നടത്തുന്നു. പക്ഷെ അത് കേരളത്തിൽ വിലപ്പോവില്ല. കാരണം ജനങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കണം. ജനങ്ങൾ തീരുമാനിക്കുന്നത് അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഓരോരോ അവസരം വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഈ നേതാക്കന്മാർ, സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അക്രമത്തിൻ്റെ മാർഗത്തിൽ അവരുടെ അനുയായികളായിട്ടുള്ള ആൾക്കാർ വ്യാപകമായി പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം, BJP തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തകന്മാർക്കെതിരെ ഇവർ സ്ഥലങ്ങളിൽ നടത്തുന്ന ശാരീരികമായ അക്രമം എന്നുള്ളത് പുറമേ
മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, കള്ളപ്രചരണങ്ങൾ വ്യാപകമായി നടത്തിക്കൊണ്ടുവരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നിപ്പോൾ ആകെ ഈ ലോകത്തിൽ തന്നെ പറയാം, ഇപ്പോൾ കേരളം മാത്രമേ ഒരു അഭയ കേന്ദ്രമായിട്ടുള്ളൂ. ലോകം മുഴുവൻ അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നതും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നതും. ലോക തൊഴിലാളികളെ ഒന്നിക്കുക എന്നുള്ള ആഹ്വാനം കൊണ്ട് തുടങ്ങിയതാണ്. അത് ക്രമേണ റഷ്യ അവരുടെ കീഴിൽ വന്നു, ചൈന വന്നു, ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും, മിക്കവാറും രാജ്യങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ വന്നിരുന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് അതെല്ലാം സ്വതന്ത്രമായി. കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് വെച്ചാൽ എന്താണ് എന്ന് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരസ്കരിച്ച ചരിത്രമാണുള്ളത്. ആകെ അവശേഷിക്കണത് ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമാണ്. അതും ഇന്നിപ്പോൾ പലരും പറയാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ആൾക്കാർ പറയാൻ തുടങ്ങി, ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ അവസാനത്തെ ഭരണമാണെന്നുള്ളത്. അത് ശരിയാവാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ മുമ്പ് കേരളം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അത് ദൈവത്തിൻ്റെ നാടല്ല, കള്ളക്കടത്തുകാരുടെ നാടാണ്. അതും സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ അവരുടെ നാടായിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ അവർ പറയുന്ന ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി, ഒത്താശയോടുകൂടി, സംരക്ഷണത്തോടുകൂടി നടത്തുന്നതായിട്ടുള്ള സ്വർണ്ണക്കടത്ത് ശ്രമങ്ങൾ പല പ്രാവശ്യം കടത്തി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസ് അത് എങ്ങനെയോ പിടിക്കപ്പെടുകയുണ്ടായത്. മുമ്പ് കുറേ കടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു, പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ സ്വർണ്ണക്കടത്തും ഒക്കെ തന്നെ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അതതിൻ്റെ ഒരു വശം. പക്ഷെ കൂടുതലായിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന ഭീകര പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ഐക്യവും തുരങ്കം വയ്ക്കാൻ വേണ്ടി നടത്തി വരുന്ന പ്രവർത്തനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പണം ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കാര്യം നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് തടയേണ്ടതിൻ്റെ ആവശ്യകത, കള്ളക്കടത്ത് തടയുക എന്നുള്ളത് ദേശീയ ശക്തികളുടെ ആവശ്യമാണ്. പക്ഷെ അതിലുപരി രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അതിൻ്റെ ഐക്യം, അഖണ്ഡതയെയും ദുർബലപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കണ്ടറിഞ്ഞ് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവർക്ക് പ്രബലമായിട്ടുള്ള വലിയ പത്രങ്ങളുടെയൊക്കെ തന്നെ പിൻബലം അവർക്കുണ്ട്. ധാരാളം പ്രചരണ ഉപാധികളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണുള്ളത്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് വളരെ വിഷമം നമ്മൾ നേരിടുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഇത്തരത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള പ്രോഗ്രാംസിൽ കൂടി ഈ പരിപാടികളെ ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പോലെ ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല, 18 ദിവസത്തെ പരിപാടിയാണ്. ഈ 18 എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, 18 ദിവസമാണ് മഹാഭാരത യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അത് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അധർമ്മികളായിട്ടുള്ള ശക്തികൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം അത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് 18 ദിവസത്തെ യുദ്ധം നടന്നിട്ടുള്ളത്. മഹാഭാരത യുദ്ധം സുപ്രസിദ്ധമായിട്ടുള്ള ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ ഐതിഹ്യം, ആ ഒരു വിശ്വാസം, ആ ഒരു ചരിത്രം, ഏതായാലും അതിൻ്റെ പങ്കാളികളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടേതായിട്ടുള്ള കഴിവനുസരിച്ചിട്ട് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി
അധർമ്മികളുടെ അഴിഞ്ഞാട്ടത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടി ആണ് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിലിപ്പോൾ ഈ അധാർമികതയുടെ മൂർത്തമത്വമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ആ പോരാട്ടം വെറും ഒരു കുട്ടിക്കളിയല്ല. അതുകൊണ്ടാണ് മുതിർന്ന ആൾക്കാരോട് തന്നെ സമരത്തിന് മുന്നിൽ വന്നതുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാനും അതുപോലെ മറ്റ് പരിപാടികളിലൊക്കെ പങ്കാളികളാവാനും വേണ്ടിയിട്ട് ഈ 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എന്നെയാണ് ഇപ്പോൾ പിടിച്ചാദ്യം മുന്നിൽ നിർത്തിയിട്ടുള്ളത്. കാരണം ഞാനതൊന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് യാതൊരു മടിയില്ല. പക്ഷെ അതിൻ്റെ ഗൗരവം ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഗൗരവമായിട്ടാണ് പാർട്ടി ഈ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ള വെറും ഒരു ഇലക്ഷൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിർത്താനും സംരക്ഷിക്കാനും അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമം അത്രയും ഗൗരവ പ്രാധാന്യമുള്ളതാണ്. ഏതായാലും ഈ സമരത്തിൽ എന്നോട് പറഞ്ഞു ഇന്നൊരു ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. മറ്റ് സംസ്ഥാന നേതാക്കന്മാരും എല്ലാം തിരുവനന്തപുരം മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല. ഇത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരത്തിൻ്റെ ഒരു ശൈലിയല്ല ഇത് എല്ലാ ജില്ലകളിലും നടത്തുന്ന പരിപാടി. പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും പങ്കാളികളാവും. സംസ്ഥാന മുൻ അധ്യക്ഷന്മാരെ ഇപ്പോഴുള്ളവരൊക്കെ തന്നെ എല്ലാവരും അവരവരുടെ ഡേറ്റിന് കാത്തിരിക്കണം പങ്കെടുക്കാനായിട്ട്. എല്ലാവർക്കും ഉണ്ടാവും, സ്ത്രീകൾക്കും പങ്കുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം വലിയ ഒരു ആശയം, വലിയ ഒരു ആദർശം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സൽക്കർമ്മം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. കഴിവനുസരിച്ചിട്ടും ഉപവാസം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എൻ്റെ അമ്മ പറയും, മോൻ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ പട്ടിണി മാത്രം കിടക്കരുതെന്ന്. പക്ഷെ അതും പാലിക്കാൻ സാധിക്കാതെ കണ്ടിട്ടുള്ള സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. ഏതായാലും ശരി, ഈ ഒരു നല്ല കാര്യത്തിലാണ് എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എൻ്റേതായിട്ടുള്ള പങ്കെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇതിന് എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഈ പരിപാടിയിൽ നേതൃത്വം കൊടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാവരോടും എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മനസ്സ് നിറയുന്ന വാക്കുകൾക്ക് സന്തോഷമുണ്ട് രാജ്യത്ത്. ഈ ഉദ്ഘാടന സഭയിൽ അടുത്തതായി കൃതജ്ഞതയുടെ വാക്കുകൾ പകരാൻ ശ്രീ കരമന ജയൻ അവരുടെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന സഭ നാട്ടിന്റെ ഇതോടുകൂടി അവസാനിക്കുന്നത് ഉപവാസ സമരത്തിൽ ഉദ്ഘാടന യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ഭൂപേന്ദ്ര യാദവ് ജി, ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ തലമുതിർന്ന നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ MLA ശ്രീ രാജേട്ടൻ, ഉദ്ഘാടന വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ശക്തമായ പോരാട്ടം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടത്തി വരികയാണ്. രാജി ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും ഉപവാസ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഇന്ന് BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, കേരള സംസ്ഥാനത്തിന് BJP രൂപീകരിക്കപ്പെട്ടത് ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി,
കേരളത്തിലെ നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന നേമം നിയോജക മണ്ഡലത്തിന്റെ MLA ശ്രീ രാജഗോപാൽജിയാണ് ഇന്ന് ഉപവാസം തുടങ്ങുന്നത്. ആ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ഭൂപേന്ദ്ര യാദവ്ജിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാജേട്ടന് പ്രത്യേകം നന്ദിയുടെ ആവശ്യമില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഔപചാരികയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമ ടീച്ചർ, സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, അഡ്വക്കേറ്റ് സുരേഷ്, സംസ്ഥാന ട്രഷറർ ശ്രീ JR പത്മകുമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് ദേശീയ സമിതി അംഗം ശ്രീ വാവസർ, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ P. സുധീർ, തിരുവനന്തപുരം മേഖലാ വൈസ് പ്രസിഡന്റ് കൗൺസിൽ പാർട്ടി ലീഡറായിട്ടുള്ള ശ്രീ MR ഗോപൻ, BJPയുടെ തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ SKP രമേശ് തുടങ്ങിയ എല്ലാ ഭാരവാഹികൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും BJPയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VV രാജേഷ് തുടങ്ങിയ എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. വൈകുന്നേരം ഈ ഉപവാസ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 10,000-കണക്കിന് പേർ പങ്കെടുക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ BJPയുടെ വെർച്വൽ റാലി ഉണ്ടായിരിക്കും 4 മണി മുതൽ 5 മണി വരെ. ആ വെർച്വൽ റാലിയിൽ ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്.